അണുബാധ വ്യാപനം തടയുന്നതിനും വ്യക്തിശുചിത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് ലോക കൈകഴുകൽ ദിനം ആചരിക്കുന്നത്. പൊന്നാനി TIUP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി അക്ബർ ഗ്രൂപ്പിന്റെ ബെൻസി ഹോസ്പിറ്റലിലെ ഫിസിഷ്യൻ ഡോക്ടർ ഹസീന ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ജീവിതത്തിൽ സെക്കൻഡുകൾ മാത്രം ആവശ്യമായ കൈകഴുകൽ നമ്മുടെ വിലപ്പെട്ട ജീവൻ രക്ഷപ്പെടുത്തിയേക്കാം. ചുറ്റുവട്ടത്തുള്ള രോഗാണുക്കൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന മാർഗങ്ങളിൽ ഒന്നാണ് കൈകൾ. വിവിധങ്ങളായ ഉദ്ദേശങ്ങൾക്ക് ഇടതടവില്ലാതെ കൈകൾ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അതിലേക്ക് ആവാഹിക്കുന്ന രോഗാണുക്കളെ ഇല്ലാതാക്കാൻ കൈ കഴുകേണ്ടത് ആവശ്യമാണെന്ന് ഡോക്ടർ ഹസീന പറഞ്ഞു. PTA പ്രസിഡന്റ് ബാദുഷ അധ്യക്ഷത വഹിച്ചു. MTA പ്രസിഡന്റ് മുനീറ ഉപഹാര സമർപ്പണം നടത്തി. പ്രധാനാധ്യാപകൻ അബ്ദുള്ളക്കുട്ടി എലിയാസ് കോയ സ്വാഗതവും MV ആയിഷാബി നന്ദിയും പറഞ്ഞു. ബാത്റൂമിൽ പോയതിനു ശേഷം നമ്മൾ കഴുകുമോ? അത് കഴുകും അല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ വൃത്തിയാക്കിയതിനു ശേഷം നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യോ? എല്ലായ്പ്പോഴും ചെയ്യാറുണ്ടോ? ഒന്ന് ആലോചിക്കൂ. ഹാൻഡ് വാഷും ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഹാൻഡ് വാഷും ചെയ്യണം. ആഫ്റ്റർ ഈറ്റിംഗ് ഹാൻഡ് വാഷും ചെയ്യണം. എന്തെങ്കിലും ഒരു ഡേർട്ടി സർഫേസസ്, അതായത് ചെളിയായിട്ടുള്ള ഏതെങ്കിലും ഭാഗത്ത് നമ്മൾ കൈ കൊണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഹാൻഡ് വാഷും ചെയ്യും. ഓക്കെ, അത് ആശുപത്രിയുടെ കേസിലാണെങ്കിൽ ചിലപ്പോൾ ക്രൈറ്റീരിയ മാറും. അത് രോഗികളെ തൊടുന്നതിന് മുന്നേ, രോഗികളുടെ തൊട്ടതിന് ശേഷം, അങ്ങനെയുള്ള രീതിയിലാണ് അത് പോകുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും സർജറി ചെയ്യുന്നേക്കാൻ മുന്നേ ഹാൻഡ് വാഷും ചെയ്യും. ഓക്കെ, ആ ഹാൻഡ് വാഷും ഈ ഹാൻഡ് വാഷും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. കാരണം ഒരു സർജറി ചെയ്യുന്നേക്കാൾ മുന്നേ ഉള്ള ഒരു സർജൻ ചെയ്യുന്ന ഹാൻഡ് വാഷിംഗ് അല്ല സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു ഹാൻഡ് വാഷ്. ഓക്കെ, അങ്ങനെ സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, പ്രധാനമായിട്ടും ശ്വാസകോശ രോഗങ്ങളും വയറിളക്ക രോഗങ്ങളുമാണ് ഹാൻഡ് വാഷിംഗ് ഇല്ലാണ്ട് വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. നമ്മൾ എപ്പോഴാണ് ഈ ഹാൻഡ് വാഷിംഗ് കൂടുതൽ കേട്ടിട്ടുള്ളത്? കോവിഡ് ടൈമില്. വെരി ഗുഡ്. കോവിഡ് ടൈമിലാണ് നമ്മൾ കൂടുതൽ ആരോഗ്യത്തെ പറ്റി നമ്മൾ ബോധവൽക്കരണമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഓക്കെ, ആ സമയത്ത് എന്താണ് കോവിഡ് അസോസിയേറ്റഡ് ന്യൂമോണിയ കാര്യങ്ങളൊക്കെ ബാധിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വഴിയാണ് നമ്മൾ ഓരോ രോഗങ്ങളും പകരുന്നത്. പ്രധാനമായിട്ടും ശ്വാസകോശ രോഗങ്ങളിലായിട്ടുള്ള കോവിഡ്, ഇൻഫ്ലുവൻസ വൈറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന രോഗമായിട്ടുള്ള ഇൻഫ്ലുവൻസ ന്യൂമോണിയ, ഒരുപാട് ന്യൂമോണിയ അസുഖങ്ങളെല്ലാം നമുക്ക് കൈകഴുകാതെ വന്നു കഴിഞ്ഞാൽ വരും. കാരണം എന്താ, ഒരു കുട്ടി ചുമക്കുന്നു, എസ്പെഷ്യലി നമ്മൾ സ്കൂളിലാണ്, ഒരു കുട്ടി ചുമക്കുന്നു അല്ലെങ്കിൽ തുമ്മുന്നു. അപ്പൊ അവൻ ഇതാക്കി കഴിഞ്ഞിട്ടുള്ള ഡ്രോപ്ലെറ്റ് ഉണ്ടല്ലോ, ആ ഒരു സെക്രീഷൻ സ്റ്റവ് ഉണ്ടല്ലോ, അത് വേറൊരാൾ തൊട്ടപ്പുറത്തിരിക്കുന്ന കുട്ടികൾ എന്തായാലും ആവും ഇല്ലേ? അത് വെച്ച് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യാണ്ട് നമ്മൾ മുഖത്തും ഇവിടെയൊക്കെ പിടിക്കുകയാണെങ്കിൽ അതിൽ കൂടെ നമുക്ക് എന്തായാലും ഇൻഫെക്ഷൻ കിട്ടിയിട്ട് നമ്മളും രോഗബാധിതനാവും. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതുപോലെ തന്നെ കുറേ വയറിളക്ക രോഗങ്ങളും നമ്മൾ ഹാൻഡ് വാഷിങ് ചെയ്യാണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് സാൽമോണല്ല ഇൻഫെക്ഷൻ വരില്ലേ, ടൈഫോയിഡ് പനിയില്ലേ? ടൈഫോയിഡ് പനി മെയിനായിട്ട് നമുക്ക് ലൂസ് മോഷൻ, വയറുവേദന, ഛർദി, പനി അങ്ങനെയായിട്ടാണ് പ്രസന്റേഷൻ ചെയ്യുക. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ആതുര സേവന രംഗത്ത് പൊന്നാനിയുടെ പോരായ്മയ്ക്ക് പരിഹാരം. ബെൻസി പോളിക്ലിനിക്. അക്ബർ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം. ENT, നേത്രരോഗ വിദഗ്ധൻ, ഡെർമറ്റോളജിസ്റ്റ്, ജനറൽ ഫിസിഷ്യൻ, അസ്ഥിരോഗ വിദഗ്ധൻ, പീഡിയാട്രിഷ്യൻ, സൈക്കാട്രിസ്റ്റ്, ഫാമിലി മെഡിസിൻ ഡോക്ടർ, സൈക്കോളജിസ്റ്റ് തുടങ്ങിയ വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളോടെയുള്ള TMT, എക്കോ, എക്സ്റേ വിഭാഗങ്ങൾ. പെയിൻ ക്ലിനിക്, മികച്ച മെഡിക്കൽ ലബോറട്ടറി ആൻഡ് സ്കാനിംഗ് സെന്റർ, ഡോക്ടർ ഓൺ കോൾ സൗകര്യം, രക്തസാമ്പിൾ ശേഖരണം, അത്യാധുനിക സൗകര്യങ്ങളോടെ കാർഡിയാക് മോണിറ്ററി ICU തുടങ്ങിയ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി ബെൻസി പോളിക്ലിനിക് ആൻഡ് ഫാർമസി, പൊന്നാനി റോഡ്, ചന്തപ്പടി, പൊന്നാനി.